ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെ അല്ലേ എല്ലാവർക്കും? എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ. നമ്മളിന്നിവിടെ കറൂത്ത താളിച്ചതും മത്തി വാഴൻ്റെ ഇലയിൽ വറ്റിച്ചതുമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വാഴൻ്റെ ഇലയിൽ മത്തി ഒന്ന് വറ്റിച്ച് നോക്കോണ്ടി. ഒന്നും ഇടണ്ട, വെറും മുളകും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് വെളിച്ചെണ്ണി, അതിക്ക് വേണ്ട ഉപ്പും കുറച്ച് പുളി, ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്നറിയോ? ഒരു ഉള്ളിയോ തക്കാളിയോ ഒന്നും ഇടാതെ നല്ല ടേസ്റ്റാണ് അങ്ങനെ അത് കൂട്ടി തിന്നാൻ, ചോറുന്നാൻ. അപ്പം നമുക്കൊരു താളിപ്പ് എന്തായാലും വേണേ. അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കറുത്താണ് താളിച്ചാന്ന് കരുതി. അപ്പോൾ ഒരു കറുത്താണ് ചെത്തിങ്ങാണ്ട് നല്ലോണം വേവിച്ച് ഉടച്ചിട്ട് അതാണ് താളിച്ചാന്ന് വിചാരിച്ചു. ഇന്നത്തെ കൂട്ടാനായ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. നമ്മൾ ഉണ്ടാക്കണത് നിങ്ങൾക്കാണ് കാട്ടിത്തരിക എന്നുള്ളൂ കേട്ടോ. പിന്നെ കാര്യമായിട്ട് വലിയ വീഡിയോ എടുക്കാനൊന്നും ശരിയാക്കാനൊന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാ നല്ല വീഡിയോകളൊക്കെ വരും. അപ്പം എൻ്റെ കൂട്ടുകാർ എന്തായാലും വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആ ലൈക്ക് തൊടാൻ മറന്നു പോലിട്ട മക്കളെ. ആ ലൈക്കൊന്നാണ് തൊട്ടുള്ളൂണ്ടി. അതേമാതിരി തന്നെ എന്തൊരു ഇതാണെന്നുണ്ടെങ്കിലും ഒരു അഭിപ്രായം നമുക്ക് ഉണ്ടാകുമല്ലോ എന്ത് കണ്ടാലും. അപ്പോൾ ആ അഭിപ്രായം നിങ്ങൾ അവിടെ എഴുതിക്കൊണ്ടിട്ടോ. അപ്പോൾ ആ ലൈക്കാണ് തൊട്ടുകൊണ്ടിട്ടോ മക്കളെ. അപ്പോൾ അതാ നമ്മളിത് ഇന്ന് ചെറുതാക്കൊന്നും വേണ്ടേ, എന്നാണ് ചെറുതാക്കി അരിഞ്ഞങ്ങാണ്ട് ആ അടുപ്പ് കഴിഞ്ഞിക്കണ്, ചോറ് എന്തെങ്ങാണ്ട് അടുപ്പ് കഴിഞ്ഞിക്കണ്. അപ്പോൾ ആ അടുപ്പിൽ തന്നെ വെച്ചാൽ അതുകൊണ്ട് വെന്തിട്ടും. അപ്പം മീൻ വറ്റിച്ചതും തന്നെ അതേമാതിരി അടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മളെ പാകത്തിന് കണൽമ ഇങ്ങനെ കടന്ന് അപ്പോൾ ഈ ചോറും ഈ കൂട്ടാനൊക്കെ വെന്തതിൻ്റെ ശേഷമാകുമ്പോൾ നല്ലോണം കണലും ഉണ്ടാവും. പിന്നെ നമ്മൾ അടുപ്പിൽ തീയാണ് കത്തി ചൂടായി കഴിഞ്ഞാലേ വല്ലാതെ കത്തിച്ചേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കൊള്ളി അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ മീൻ ഇങ്ങനെ വറ്റിച്ചാനൊക്കെ ഉള്ളതാവുമ്പോൾ അത് ആ കണൽമ വെച്ചാൽ അതും ആവും. എന്നാൽ ഇതൊന്നും കേക്കിങ്ങാണ്ടേ ആ ചീനച്ചട്ടിക്ക് ഇട്ടുങ്ങാണ്ട് 2 പച്ചമുളകാണ് കയറിയിടുക. അതിക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളം ഉപ്പും വെച്ചാണ്ട് ആ അടുപ്പത്തേക്കാണ് വെക്കട്ടെ. ഇനി അതവിടെ കടന്നാണ്ട് വേകട്ടെ. അപ്പോൾ ഇങ്ങനെ മീനിൻ്റെ പണിയാണ് എടുക്കുക. എന്താ അതിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി. കാരണം ഇമ്മാക്കത് ഇഷ്ടമാണ്. ഇമ്മ ഇങ്ങനെ വെച്ചാലേ പൊരിച്ചിനീലേറെ. അപ്പം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉമ്മാക്ക് എരിവ് കൂടുതൽ പറ്റൂല. അപ്പോൾ എത്ര കുറച്ച് വെച്ചാലും പറയും എരിവാണ്. ഇതാ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ടത്. കുറച്ച് ഉപ്പും കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതാ കുറച്ച് അതിക്ക് ആവശ്യത്തിനുള്ള പുളി ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി അതിക്ക് വെള്ളം ഒഴിച്ചൂല കേട്ടോ. എന്നാണ് കുഴമ്പി തിരുമ്പിങ്ങാണ്ടേ ആ വാഴൻ്റെ ഇലയ്ക്ക് അവിടെ വെച്ചാൽ മതി. ചട്ടിയിലൊരു തുള്ളി ആകൂല കേട്ടോ. മസാല എന്നും ചട്ടിക്ക് ഇറങ്ങൂല, ഒക്കെ ഈ വാഴൻ്റെ ഇലയിൽ തന്നെ നിൽക്കും. നല്ല ടേസ്റ്റാണ്. ഇനി അതിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുക. കണ്ടില്ലേ? അത് കുറച്ച് പച്ച വെളിച്ചെണ്ണ പാരട്ടെ. ഞാൻ മൂടിയും ആ അടുപ്പത്ത് കണ്ട് വെച്ചാൽ പൊതിയൊന്നും വേണ്ട കേട്ടോ. ഇല അങ്ങനെ മടക്കി വെക്കാന്നുള്ളൂ. ഇനി അതങ്ങനെ അവിടെ കടന്ന് വേകട്ടെ. ഇനി ആ കറുത്തൻ്റെത് ആ ഒന്നുകൂടെ താളിച്ചെടുക്കട്ടെ. നോക്കാണി മീൻ ചട്ടിയിലൊരു തുള്ളി മസാല ഇറങ്ങിയിട്ടില്ല. 2 ഉള്ളിയും 2 ചീനാപ്പറങ്കികളൊക്കെയാണ് കേട്ടോ. എരിവ് കുറവാണ്. നമ്മൾ ആദ്യം ഇട്ട ചീനാപ്പറങ്കിക്ക് എരിവില്ല, അത് വെള്ളമുളകാണ്, എരിവ് കുറവാണ്. 2 കരിവേപ്പിൻ്റെ ഇല ഇട്ടാണ്ട് അത് താളിച്ചു. കഞ്ഞിൻ്റെ വെള്ളമാണ് അതിൽ ഒഴിച്ചത്. താളിച്ചുമ്പോൾ എപ്പോഴും കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചാൽ അതൊരു ടേസ്റ്റാണ്. എന്നും മുരിങ്ങൻ്റെ ഇല, ചീരൻ്റെ ഇല, കോയക്കൻ്റെ ഇല ഒക്കെ ഉണ്ടായത്. അപ്പം ഇന്ന് കറുത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും അവിടെ ആയി. ഞാൻ ഒരു വെള്ളക്കുടുക്ക അവിടെ വെച്ചാൽ വെറുതെ തീ പോവുകയാണ്. നോക്കാണി നമ്മൾ കുറച്ച് ചോറാണ് വേവിച്ചട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ മക്കളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.